ആ പറയാതെ പോയവർ എന്ന ആ പുസ്തകത്തിന്റെ പേരും പിന്നീട് അദ്ദേഹം എഴുതിയ ഉൾത്തളങ്ങൾ എന്ന് പറയുന്ന ആ പുസ്തകവും പിന്നീട് ഇപ്പോൾ മനോഹരമായി എം രാജീവ്കുമാർ സാറിൻ്റെ കൈകൊണ്ട് പരിധിയിലൂടെ പുറത്തിറങ്ങിയ ഈ അകലങ്ങൾ എന്ന് പറയുന്ന പുസ്തകവും തലക്കെട്ട് തൊട്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചതാണ്. മനുഷ്യ ജീവിതം, ഞാൻ ഈ അകലങ്ങൾ എന്ന് പറയുന്ന പുസ്തകം ശരിക്കും ഇത് അവതാരിക ഒന്നുകൂടി എഴുതണം എന്നോട് പറഞ്ഞതാണ്. പക്ഷേ ആദ്യത്തെ പുസ്തകത്തിന് അവതാരിക എഴുതിയത് കൊണ്ട് തന്നെ എനിക്ക് മൂന്നാമത്തെ പുസ്തകത്തിന് അവതാരിക എഴുതണമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഒത്തിരി തിരക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് എഴുതാൻ സമയവും കിട്ടിയില്ല. അങ്ങനെ അതിലൊരു കുറ്റബോധവും എനിക്ക് പിന്നീട് ഉണ്ടായിരുന്നു. പക്ഷേ അവതാരികകൾക്കൊക്കെ അപ്പുറം ഈ പുസ്തകം എനിക്ക് തോന്നാറുണ്ട് ഇതിന് അവതാരിക ഇല്ലാതിരുന്നതും ഒരു നല്ലതാണ്. എന്തെന്ന് വെച്ചാൽ സാധാരണ ഇപ്പോഴുള്ള തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ആരുടെയെങ്കിലും ഒക്കെ കയ്യിലൊരു പുസ്തകം കിട്ടുമ്പോൾ പലരും അതിൻ്റെ അവസാനത്തുള്ള പഠനക്കുറിപ്പും പിന്നീട് ആദ്യത്തുള്ള അവതാരികയൊക്കെ വായിച്ചിട്ടാണ് ഓരോ സ്ഥലത്തും ചെന്ന് പ്രസംഗിക്കുക വരെ ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു മുന്നൊരുക്കം ഈ പുസ്തകത്തിൽ കിട്ടത്തില്ല എന്നുള്ളൊരു സന്തോഷം എനിക്ക് പിന്നീട് ഉണ്ടാവുകയും ചെയ്തു. പിന്നെ ഈ പുസ്തകം കണ്ടാൽ നമുക്ക് വായിക്കാതെ പോകാനും പറ്റുകയില്ല. കാര്യം എത്ര മനോഹരമായിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരു നഴ്സറിയിൽ പോകുന്ന ഒരു കുട്ടിയെ അണിയിച്ചൊരുക്കുന്നത് പോലെ തന്നെയാണ് ഒരു പുസ്തക പ്രസാധകൻ ഒരു പുസ്തകവും തയ്യാറാക്കുന്നത്. അത്രയ്ക്കും നല്ലൊരു എഴുത്തുകാരനും അതുപോലെ പുസ്തകത്തെ സ്നേഹിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളത് കൊണ്ടാണ് സാറിന് ഈ അകലങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തെയും വളരെ മനോഹരമായി തന്നെ നമ്മുടെ കൈകളിൽ എത്തിച്ചു തരാൻ കഴിഞ്ഞത്. ഇനി ഈ പുസ്തകത്തെക്കുറിച്ച്, ഈ പുസ്തകം നമ്മുടെ ഓണക്കൂർ സാർ അതിൻ്റെ ആമുഖത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തിയ മറ്റൊരു പുസ്തകം ആനന്ദിൻ്റെ ആൾക്കൂട്ടമാണ്. എന്താണ് ആനന്ദിൻ്റെ ആൾക്കൂട്ടത്തിനും ഉള്ളൂർ മനോഹരൻ്റെ അകലങ്ങളും എന്ന് പറയുന്ന ഈ പുസ്തകവും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ, ആ ആൾക്കൂട്ടം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ കാണിച്ചുകൊണ്ട് പിന്നീട് രാഷ്ട്രീയവും അതുപോലെ തന്നെ നൈതികതയില്ലാത്ത ജനജീവിതത്തിൻ്റെ ഒരുപാട് ആവിഷ്കാരങ്ങളും ജീവിതത്തിൻ്റെ തന്നെ പല പല മുഖങ്ങളും ഒക്കെ ഇങ്ങനെ കാണിച്ച് നമ്മെ അമ്പരപ്പിക്കുന്ന ഒരു നോവലാണ്. അതും ആനന്ദിൻ്റെ ആദ്യത്തെ നോവലാണ് ആൾക്കൂട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പോലെ തന്നെ ഒരു ക്രാഫ്റ്റ്, നമ്മളെപ്പോഴും പറയുമല്ലോ, നേരത്തെ ഓണക്കൂർ സാറ് പറഞ്ഞതുപോലെ ഒരു ശില്പം, ഒരു പുസ്തകത്തെ എങ്ങനെയാണ് നിർമ്മിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം അതിൻ്റെ കഥാഗതി സഞ്ചരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന ഒരു എഴുത്തുകാരനാണ് ഉള്ളൂർ വി മനോഹരൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എഴുതി തെളിഞ്ഞ മനുഷ്യർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരുപാട് പേരുടെ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. പക്ഷെ ആ പുസ്തകങ്ങളിലൊന്നും കാണാത്ത ഒരു ശില്പഘടന അല്ലെങ്കിൽ ഭംഗി ഈ പുസ്തകത്തിനുണ്ട്. ആദ്യം നമ്മൾ വിചാരിക്കും ഇതൊരു കുറ്റാന്വേഷണ നോവലാണ് എന്ന്. കാര്യം തൊട്ടടുത്ത് നമ്മുടെ ചാക്കയിൽ മാർബിളിൻ്റെയും ഗ്രാനൈറ്റിൻ്റെയും ഒക്കെ കടകളുള്ളത് നമുക്കറിയാം. അവിടെ എവിടെയോ ഈ സൂര്യദേവ് ജീവിച്ചിരുന്നുവോ എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ പെട്ടെന്നുണ്ടാവുകയും, ഇപ്പം ഞാനൊക്കെ പേട്ടയിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ കണ്ണമൂലയിലൊരു വാഹന കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് തലക്കടിയേറ്റ ആ ഒരു ചേച്ചിയൊക്കെ കാണാനും അവരുടെ ഹസ്ബൻഡൊക്കെ നമ്മളുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ളവരാണ്. അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി കുറ്റാന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥകളുമായിട്ടൊക്കെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ചില നേർക്കാഴ്ചകളുമായിട്ടൊക്കെ നമുക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ജോലിയുടെയും ഒക്കെ സ്വഭാവം കൊണ്ടുകൂടി തന്നെ ഒരു കുറ്റാന്വേഷണ നോവലിന് വേണ്ടുന്ന ത്രെഡ് അദ്ദേഹത്തിന് കൃത്യമായി ഉപയോഗിക്കാം. വേണമെങ്കിൽ ഇതിനെ ഒരു കുറ്റാന്വേഷണ നോവലാക്കാം. വൈശാഖ് എന്ന് പറയുന്ന ആ ഇൻസ്പെക്ടർ ഇതിൻ്റെ ആരാണ് കുറ്റവാളി എന്ന് തെളിയിച്ചെടുക്കുന്നു. അതുവരെ എത്തുമ്പോൾ വേണമെങ്കിൽ ഒരു നോവലാക്കാം. പക്ഷെ ഇവിടെ അങ്ങനല്ല. നേരത്തെ പറഞ്ഞതുപോലെ TV കൊച്ചുബാവയുടെ വൃദ്ധസദനങ്ങൾ ശരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഒരു വലിയ നോവലാണ്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ മനുഷ്യർ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നത് യൗവനത്തിലൂടെയാണ് എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. ശരിക്കും വാർദ്ധക്യം എത്തുന്ന കാലത്താണ് ശരിക്കും നമ്മൾ ഒരുപാട് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടംപോലെ കരിവാരി തേക്കണം എന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത്. കാര്യം ആ യൗവനത്തിന് മാത്രമാണ് നമ്മൾ എപ്പോഴും വലിയ വില കൊടുക്കുന്നത്. പക്ഷെ അതൊന്നുമല്ല, തല നരയ്ക്കുന്നതല്ല വാർദ്ധക്യം എന്ന് പറഞ്ഞു തന്നതിൻ്റെ കഥയൊന്നും ഞാൻ പറയണല്ലോ. അപ്പോൾ അതുപോലൊക്കെയുള്ള ചില ചിത്രങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ ഈ ജീവിതത്തിൽ ഏറ്റവും സമരസപ്പെട്ടു പോകാൻ ആഗ്രഹിക്കാത്തതും എന്നാൽ വിധിക്കപ്പെട്ടതുമാകുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ വാർദ്ധക്യകാലത്തേക്ക് കടന്ന ജീവിതമാണ്. ആ ജീവിതം ഇപ്പോൾ 56 വയസ്സിലും 60 വയസ്സിലും ഒക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇന്നലെ വരെ
ഓഫീസുകളിലും അതുപോലെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നിറഞ്ഞു നിന്നവർ, ഒരു ശബ്ദം കൊണ്ട് തന്നെ ഒരുപാട് പേരെ നിയന്ത്രിച്ചിരുന്നവർ പെട്ടെന്നൊരു ദിവസം ഒന്നുമല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. അത്തരത്തിലുള്ള മനുഷ്യരെ ഒരുമിച്ച് ചേർക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരുപാട് അകലങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, അതൊരു സൗഹൃദം തന്നെയാണ്. ആ സൗഹൃദത്തിന്റെ ഒരു നേർക്കാഴ്ച എത്ര മനോഹരമായിട്ടാണ് ഇതിൽ തന്നിരിക്കുന്നത്. ഞാനിപ്പോഴും ഈ നോവൽ വായിച്ചപ്പോഴെല്ലാം ഞാൻ മനസ്സിലാക്കിയത്, ഇതിനകത്ത് ഒറ്റപ്പെട്ട വ്യക്തിത്വങ്ങൾ മാത്രമേ ഉള്ളൂ ചീത്ത മനുഷ്യർ. ഒരുപക്ഷെ ഈ രണ്ടുപേരുടെയും വ്യക്തിത്വത്തിലെ നന്മ തന്നെയായിരിക്കും ഇതിലെ കഥാപാത്രങ്ങളിൽ, ഈ കഥാപാത്രങ്ങളിലല്ല എല്ലാ നോവലുകളിലെയും ആ കഥാപാത്രങ്ങളിലെല്ലാം എപ്പോഴും സന്നിവേശിക്കാറുള്ളത്. കാര്യം ഞാൻ എഴുതുമ്പോൾ എപ്പോഴും എൻ്റെ ഒരു ആത്മാംശം ഇടാതെ എനിക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് നന്മകളുള്ളവരാണ്. കാര്യം സ്വാർത്ഥതയില്ലാത്തവർ. കാര്യം ഈ പുസ്തകം വായിച്ചപ്പോഴെല്ലാം എനിക്ക് ഉൾത്തളങ്ങൾ എന്ന് പറയുന്ന ആ നോവലിലെ സ്നേഹബന്ധം, അതിലെ ഹൃദയബന്ധങ്ങൾ, ഇതൊക്കെ എനിക്ക് ഓർമ്മ വരികയായിരുന്നു. എനിക്ക് 3 പുസ്തകത്തെക്കുറിച്ചും ഒരുമിച്ച് എനിക്ക് എഴുതാൻ പറ്റും എന്നുള്ള തരത്തിൽ എനിക്ക് ഈ 3 പുസ്തകങ്ങളെക്കുറിച്ചും അറിയാം. അപ്പൊ ഈ കഥ പിന്നീട് നീണ്ടുപോകുന്നത് ആ വാർദ്ധക്യ പ്രശ്നങ്ങളിലും അതിനെ അതിജീവിക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടി ഒരു കെയർ ഹോം ഉണ്ടാക്കുന്നതിലേക്കുള്ള ഒരു സൗഹൃദ വളർച്ചയും, ആ സൗഹൃദ വളർച്ചയ്ക്ക് ഇടയിൽ തന്നെ ആ അംഗങ്ങളുടെ ഓരോരുത്തരുടെയും സ്വകാര്യ ജീവിതവും ആ സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഒക്കെ അതിമനോഹരമായി ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ നിന്നിട്ടാണ് സ്വന്തം ജീവിതാനുഭവങ്ങളിലേക്കുള്ള ഒരു തിരനോട്ടം നടത്തുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഗ്രാമത്തെക്കുറിച്ച്, അതുപോലെ ആ ബോണക്കാട് തുടങ്ങിയുള്ള ആ പ്രദേശം, അതിനിടയിൽ നേരത്തെ പറഞ്ഞതുപോലെ കാടിനും മണ്ണിനും സംസ്കാരത്തിനുമെല്ലാം നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് പെണ്ണിന്റെ പ്രതീകം തന്നെയാണ്. ആ പെണ്ണിന്റെ പ്രതിനിധിയായി ഇവിടെയും നമ്മൾ ഒരാളെ കൊണ്ടുവന്നു. അതാണ് മല്ലി. അവൾ നമ്മുടെ കൂടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നേരത്തെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ഭാഷയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് നമ്മുടെ കാടിന്റെ നന്മകളും അതുപോലെ തന്നെ നമ്മുടെ സംസ്കൃതിയുമെല്ലാം. ഇന്ന് നാട്ടിലേക്ക് ഇറങ്ങി വരാനും നാടിൻ്റെ സംസ്കാരങ്ങളിലേക്ക് വരാനും ഒക്കെയാണ്, അല്ലെങ്കിൽ ഇത്തരം സുവർണ സിംഹാസനങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് അവ തേടിയിട്ടാണ് ഇന്ന് കാടിൻ്റെ മക്കൾ എല്ലാവരും മാറുന്നത്. ഈ കാടിൻ്റെ മക്കൾക്ക് പണ്ട് കള്ളും കഞ്ചാവും കൊടുത്ത് ചൂഷണം ചെയ്ത് മാനഭംഗപ്പെടുത്തിയിരുന്ന ഒരുപാട് മനുഷ്യരെ നമുക്കറിയാം. അവരിൽ ഒരാളായിരിക്കണം നമ്മൾ ഇതിൽ കാണുന്ന MLA ശ്രീകുമാർ. ആ മല്ലിക്ക് നിഷേധിക്കപ്പെടുന്ന പിതൃത്വം, പക്ഷേ ഇത്ര ഉറച്ച വ്യക്തിത്വമാണ് അതിലെ മല്ലിക്കുള്ളത്. അവളുടെ ജീവിത സാഹചര്യങ്ങൾ, അവൾക്ക് അവളുടെ കുഞ്ഞിനോടുള്ള സ്നേഹം, മാതൃത്വം എന്ന് പറയുന്നത് ഈ പ്രകൃതി പോലെ തന്നെ ഏറ്റവും സമ്പന്നവും ഏറ്റവും വൈകാരികവും ഏറ്റവും ഗാഠവുമാണ് എന്നൊക്കെ നമുക്ക് ആ മല്ലിയുടെ സ്നേഹം. കാര്യം ഈ സൂര്യ ഒരു നേരം വിവാഹ അഭ്യർത്ഥന നടത്തുമ്പോൾ തന്നെ തൻ്റെ മകന് വേണ്ടി, തൻ്റെ അത്തരത്തിലുള്ള ചില വികാരങ്ങൾക്ക് വേണ്ടി ആ അത്രയും വലിയൊരു ജീവിതത്തെ പോലും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളൂർ മനോഹരൻ സാറിൻ്റെ നാടകം അല്ലെങ്കിൽ ഈ നോവലുകളിലൊക്കെ ഉള്ളൊരു പ്രത്യേകത, ഇതിനകത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അത്രയ്ക്ക് വലുതായിട്ട് ഒരു കഥാപാത്രങ്ങളും അനുഭവിക്കാറില്ല. നിങ്ങളിത് വായിക്കണം. കാര്യം നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്, അവസാനത്തെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഞാൻ അങ്ങനെ കഥ പറഞ്ഞു തന്നാൽ നിങ്ങൾ ഈ പുസ്തകം വായിക്കില്ല. ഇത് വായിക്കണം, അല്ലെങ്കിൽ അതിനോടൊപ്പം അനുഭവിക്കണം. ഞാൻ ഇത്രയും പറഞ്ഞു തന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ ഒരു നോവൽ വായിക്കുമ്പോൾ ഒരു സ്കെയിൽ വെച്ച് വരച്ചതുപോലെ നമുക്കൊരു നേർരേഖയിൽ നമുക്ക് ആ നോവൽ വായിച്ചു തീർക്കാം. പക്ഷേ സൗഹൃദങ്ങളുടെ മാത്രം ലോകത്തിൽ നിന്ന് കടന്നു വന്ന് ഈ മനോഹരൻ എന്താണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങളെ നിരാശപ്പെടുത്താതെ തന്നെ നിങ്ങൾക്ക് ആ കഥയുടെ വായനാസുഖം നന്നായി മനസ്സിലാക്കണം. ഇതൊരു നേർരേഖയിൽ വരച്ച് വെക്കാൻ പറ്റുന്ന ഒരു കഥയല്ല. ഇതിനകത്ത് ഒരുപാട് ജീവിതങ്ങളുണ്ട്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു കുറ്റാന്വേഷണ നോവലാക്കാം, ഒരു രാഷ്ട്രീയ നോവലാക്കാം, വേണമെങ്കിൽ കാടിൻ്റെ മക്കളുടെ, നേരത്തെ പറഞ്ഞതുപോലെ കാടിനകം തീണ്ടരുത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കാടിനെ മുടിക്കരുത് എന്ന് പറയുന്ന വലിയൊരു മുദ്രാവാക്യം പ്രതിനിധാനം ചെയ്യുന്ന ഒരു നോവലാണ്. അതുപോലെ ആ കാടിൻ്റെ തന്നെ പ്രതിനിധിയായ ആ മല്ലിയെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ നാട് സംരക്ഷിക്കുവാൻ, അല്ലെങ്കിൽ കാട് സംരക്ഷിക്കുവാൻ വേണ്ടി പോരാടിയ മൈലമ്മയെ പോലുള്ള സ്ത്രീകളെ നമുക്ക് ഓർമ്മ വരും. അതുപോലെ ഇതിനകത്തൊരു മുദ്രാവാക്യ സ്വഭാവം ഇല്ല എങ്കിലും രാഷ്ട്രീയക്കാരുൾപ്പെടെയുള്ളവർ പുലർത്തേണ്ടുന്ന ചില നീതിബോധത്തെക്കുറിച്ച്, ചില നൈതികതയെക്കുറിച്ച് ഈ നോവൽ വളരെ മനോഹരമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏറ്റവും സ്ത്രീത്വത്തെയും അതുപോലെ തന്നെ കാടിനെയും ഒക്കെ ചൂഷണം ചെയ്യുന്ന മനുഷ്യരുടെ പ്രതിനിധിയായി നമുക്ക് ഇതിൻ്റെ ഈ രാഷ്ട്രീയ രംഗത്തെ നമുക്ക് കാണാനാകും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തന്നുകൊണ്ട് ചെറിയ ചെറിയ കാഴ്ചകളിലൂടെ, അത്തരം ക്യാൻവാസുകളിലൂടെ ഒരു വലിയ വായനാ പ്രപഞ്ചം തന്നെ തുറന്നു തരുന്ന ഒരു നോവലിനെ ഹൃദയം തുറന്ന് നമ്മൾ വായിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? അങ്ങനെ വായിക്കുവാൻ
അതിലെ കഥാപാത്രങ്ങളെ തൊട്ടെടുക്കുവാൻ, അങ്ങനെ നിങ്ങളുടെ വായനയിലൂടെ ഏറെയേറെ വായനക്കാരുണ്ടാകുമ്പോൾ ഉള്ളൂർ വി മനോഹരൻ എന്ന് പറയുന്ന ഈ എഴുത്തുകാരൻ ആദരിക്കപ്പെടുകയും ഓർമ്മിക്കപ്പെടുകയും അവാർഡുകൾക്ക് അർഹനാവുകയും ഒക്കെ ചെയ്യണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്നൊരു നിധി തന്നെയാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് എല്ലാ നന്മകളും ഈ എഴുത്തുകാരന് നേർന്നുകൊണ്ട് എപ്പോഴും നമ്മളെല്ലാം ഒന്നാണല്ലോ. ഇവിടെ അകലങ്ങൾ അന്യമാകുന്നു, അടുപ്പങ്ങൾ കൂടുന്നു. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ആദ്യം കടന്നു വരുന്നത് പറയാതെ വരുന്നവരാണെങ്കിലും അവരാരും തന്നെ പിന്നീട് പറയാതെ പോകുന്നവരാകുന്നില്ല. ഹൃദയത്തിൻ്റെ ഉൾത്തളങ്ങൾ നിറയ്ക്കുന്നു. അവിടെ എങ്ങും അകലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.